ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. നെയ്ച്ചോറ് ആയിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കുക്കറാണ് പ്രിഫർ ചെയ്യുക. അതുപോലെ കുക്കറിൽ ചെയ്യുമ്പോൾ ഗ്രാമ്പൂ കറുവാപ്പട്ടയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ എപ്പോഴും കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ച അരി റോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നെയ്ച്ചോറ് നല്ല ഒരു ഫ്ലേവറും നല്ല ഒരു സ്റ്റിക്കി അല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നെയ്യിൽ തന്നെയാണ് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ചെയ്യാറ്. നെയ്യും അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ, വേറൊരു ഓയിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന അരിയുടെ ടോപ്പ് പോർഷനിൽ കുറച്ച് എബവായിട്ട് ഈ വെള്ളം വന്ന് നിൽക്കണം. അപ്പോൾ നമുക്കിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ കുക്കർ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. 2 വിസിലിന് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. സാധാരണ ഞാൻ 1 വിസിലിനാണ് ഓഫ് ചെയ്യാറ്. പക്ഷേ ഞാൻ അവിടെ ഒരു മിസ്റ്റേക്ക് കണ്ടെന്ന് വെച്ചാൽ അരി കുറച്ചും കൂടെ വേകാനുള്ള പോലെയുള്ളൊരു ഫീല്. അപ്പം 2 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ നമ്മുടെ സവോള മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കാഷ്യൂസും കിസ്മിസും ഇവിടെ മൂപ്പിച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാനാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ബിരിയാണി ആയിക്കോട്ടെ, നെയ്ച്ചോറും ആയിക്കോട്ടെ, നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ കുറച്ച് ഏറെ കിസ്മിസും കാഷ്യൂസും ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് വെച്ച് എനിക്കിത് കുറച്ചധികം കിടക്കുന്നതാണ് ഇഷ്ടം. അതുപോലെ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാസറോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് നമ്മൾ കാസറോളിൽ റെഡിയാക്കി. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മലബാർ അല്ലെങ്കിൽ കണ്ണൂർ നെയ്ച്ചോറ് റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻസിലൂടെ അറിയിക്കുക. ബൈ.